ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത്ര കാര്യമായിട്ട് പഠിച്ച് എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? സിയാന് പുതിയ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ അസസ്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ ഇവിടെ അസസ്മെൻറ്റ് നിർബന്ധമാക്കി. 3 വർഷം മുമ്പ് KG 1 ചേർത്തപ്പോൾ അന്ന് അസസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിർബന്ധമാക്കി KG 1 മുതൽ തന്നെ. എൻ്റെ മോള് KG 1 പഠിച്ചത് വുഡ്ലം പാർക്കിലായിരുന്നു. ഞാൻ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ 1 വർഷം പോയി നിന്ന്. ആ സമയത്ത് നാട്ടിൽ 1 വർഷം പഠിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കും വുഡ്ലം പാർക്കിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 1ാം ക്ലാസ് വേറൊരു സ്കൂളിൽ ചേർത്തിരുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും അഡ്മിഷൻ ഓപ്പൺ ആയെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതാണ് വീണ്ടും ഇവിടെ തന്നെ ചേർക്കാനായിട്ട്. പിന്നെ ഗായ്സ്, കുട്ടികളെയും കൊണ്ട് അസസ്മെൻറ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നിങ്ങൾ ഏത് സ്കൂളാണോ സെലക്ട് ചെയ്യുന്നത് ആ സ്കൂളിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കുക. അവർ ചിലപ്പോൾ PDF ആയിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ടാവും, അസസ്മെൻറ്റിന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ. മിക്കവരും അത് അറിയാതെ പ്രിപ്പയർ ആവാതെയാണ് വരുന്നത്. കുട്ടികൾക്ക് നല്ല ടഫാണ് എക്സാമൊക്കെ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അത് പ്രിപ്പയർ ആയിട്ട് തന്നെ വരിക. പിന്നെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടും വുഡ്ലം പാർക്കിൻ്റെ PDF കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അതിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും, അതിൻ്റെ താഴെ ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താലും മതി. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഓട്ടോമാറ്റിക് ലിങ്ക് കിട്ടും. അങ്ങനെ ഗായ്സ്, സിയാൻ എക്സാം എഴുതാനായിട്ട് കയറി. സിയാന് ഞങ്ങൾ 2ാം ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നത്. അവൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം 1ാം ക്ലാസ്സിലെ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് ബേസ് ചെയ്തിട്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 3-4 പേജൊക്കെ ഉണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ പറഞ്ഞു തരാം. മാത്സ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണെങ്കിൽ നമ്മൾ നോർമലി വിചാരിക്കുന്ന 2ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് 2+2 എത്രയാണ്, 10+5 എത്രയാണ്, അതുപോലെ തന്നെ മൈനസ്, അങ്ങനത്തെ ക്വസ്റ്റ്യനുകളായിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഇവർക്ക് ചോദിക്കുന്നത്. പാരഗ്രാഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യനൊക്കെ മോള് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതൊക്കെ വെറും സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മോഡലിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലായല്ലോ. KG 1 ഉം 2ന്റെ അസസ്മെന്റ് എങ്ങനെയാണെങ്കിൽ അവർ ABCD കാണിച്ചു കൊടുക്കും. അത് ഏതാണ് ഐഡന്റിഫൈ ചെയ്യണം, കളേഴ്സ്, റൈംസ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ലോണം പഠിപ്പിച്ചിട്ട് പോകാൻ നോക്കുക. പിന്നെ KG 1ലേക്കാണ് കുട്ടീനെ ചേർക്കാൻ പോകുന്നതെങ്കിൽ അടുത്ത വർഷം മാർച്ച് 31 മുമ്പ് കുട്ടിക്ക് 4 വയസ്സ് തികഞ്ഞിരിക്കണം. അതായത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ അടുത്ത വർഷം കയറാൻ വേണ്ടിയാണല്ലോ ഈ വർഷം അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അവർ നോക്കും അടുത്ത മാർച്ച് 31 മുമ്പ് കുട്ടിക്ക് 4 വയസ്സ് തികയുന്നുണ്ടോ എന്ന്. അങ്ങനെ വയസ്സിൻ്റെ പ്രശ്നത്തിലാണ് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ സെപ്റ്റംബറിൽ ഒരു അഡ്മിഷനും കൂടെ ഉണ്ട്. ചില പിള്ളേർ ഇടയ്ക്ക് വെച്ചാൽ ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകും. അവരുടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അതിലേക്ക് അവർ വീണ്ടും ആളിനെ എടുക്കും കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ കണ്ടത് വെച്ച് അവിടെ കുറേ പേർക്ക് അഡ്മിഷൻ കിട്ടിയില്ല, കുറേ റിജക്ഷനാണ് വന്നത്. അപ്പോൾ നല്ലോണം പഠിച്ചിട്ട് പോവുക. UAE എല്ലാ സ്കൂളുകളിലും അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി ആവശ്യമുള്ളവർ അഡ്മിഷൻ എടുക്കുക. ഇതേത് സമയം വേണമെങ്കിലും ക്ലോസ് ചെയ്യും, സീറ്റ് ഫില്ലാവുന്നതനുസരിച്ച്. പിന്നെ അഡ്മിഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് 1050 രൂപയാണ്. ഇതിനകത്ത് ഓരോ ഗ്രേഡിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എല്ലാം ഇതിനകത്തുണ്ട്. ഇതുകൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുത്തേക്കാം. ഇതുകൂടാതെ ഇനി എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളതെന്ന് ഞാൻ ഒരു പഴയൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അത് ആവശ്യമുള്ളവർ കാണുക. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി എന്തോ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ അമ്മ നൈസായിട്ട്, അതെന്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു? Mia always visit her grandma's garden. പാരഗ്രാഫ് ആയിരുന്നോ? Okay. Next Mia have a favorite spot is under the mango tree. അതായിരുന്നു ആ മാംഗോ? അതായിരുന്നു ആ കണ്ട മാംഗോ? ഓക്കെ. Under the mango tree with her puppy Coco. അതിനകത്ത് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന്? എന്തായിരുന്നു ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ. എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ where did Mia sit? Option 1 in the bench. Option 2 under the mango tree. Option C in the hole. Okay. Option B ആണ് കറക്റ്റ്. Under the mango tree. Yes. സിയാന് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യനുകൾ ഓർമ്മ വരും കേട്ടോ ഗൈസ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നാൽ പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് കണ്ടാലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് അഡ്മിഷൻ വ്ളോഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ തുടർച്ചയായി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.